പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ കേരളം. കോട്ടയം പാർലമെന്റ് മത്സരിക്കുന്ന തോമസ് ചാഴിക്കാടൻ എം പി അദ്ദേഹത്തിന്റെ 100% പദ്ധതി വിനിയോഗത്തെക്കുറിച്ച് വ്യക്തമാക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് നേതാവും പിറോം MLA-യുമായ അനൂപ് ജേക്കബ്. അദ്ദേഹത്തിന്റെ 100% ഫണ്ട് വിനിയോഗം എന്താണ് എന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ട ഒരു വിഷയമാണ്. അത് LDF വ്യക്തമാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇതിനകത്ത് MP ഫണ്ടുകൾ വിനിയോഗിക്കുക മാത്രമല്ല, MP ഫണ്ട് 100% വിനിയോഗിച്ചു എന്ന് പറയുന്നത് മാത്രമാണ് ഒരു MP-യുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ വിനിയോഗിച്ചതിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളും വിഷയങ്ങളും ഒക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് അവർ തന്നെ വ്യക്തമാക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ UDF-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയായി ഇന്ന് രംഗത്ത് ഇറക്കിയിരിക്കുകയാണ്. അത് ഞങ്ങൾ വളരെ കൃത്യമായ നിലയിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അദ്ദേഹത്തെ UDF നേതൃത്വം പരിഗണിച്ചതും കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസും ഒക്കെ തീരുമാനിച്ച് UDF-ന്റെ അംഗീകാരത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നിരിക്കും. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വിജയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. 2-3 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ബേസിക്കലി ഇത് കോട്ടയം പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി ഒരു UDF-ന് മേൽക്കൈയുള്ള നിയോജകമണ്ഡലങ്ങളിലൊന്നാണ്. ഇവിടെ കോട്ടയം പാർലമെൻറ്റിൽ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് നോക്കിയാലും അവിടെയെല്ലാം UDF-ന് നല്ല മികച്ച നിലയിൽ മുമ്പോട്ട് വരാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു ബേസ് അവിടെ നിൽക്കുന്നു. 2, പൊതുവായ പൊളിറ്റിക്കൽ ഇഷ്യൂസിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. രാജ്യത്തൊരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്നുള്ളതും അവിടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി സംവിധാനം ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിന് അനിവാര്യതയാണ് എന്ന് ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതും ജനാധിപത്യ വിശ്വാസികൾ ചിന്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയം വോട്ടിംഗ് പാറ്റേൺ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. പിന്നെ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായിരിക്കുന്ന വലിയ അഴിമതി ആരോപണങ്ങളും അവരുടെ കെടുകാര്യസ്ഥതയും അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. പാർലമെൻറ്റ് ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളും സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ ഗവൺമെൻറ് എത്രമാത്രം ഇന്ന് ജനങ്ങൾ അകന്നു പോയിരിക്കുന്നു, സാധാരണ മനുഷ്യൻ്റെ ജീവിതം എത്ര ദുസ്സഹമായിരിക്കുന്നു, വിലക്കയറ്റം, ക്രമസമാധാന തകർച്ച, ഇതടക്കമുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാൻ പോവുകയാണ്. ഗവൺമെൻറ്റിന് നേരെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സർക്കാരിനെതിരെ വന്നിരിക്കുന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇന്ന് നിലനിൽക്കുകയാണ്. അത് ആരോപണങ്ങൾ മാത്രമല്ല, പലതിനും വളരെ അടിസ്ഥാനപരമായ തെളിവുകൾ സഹിതം ഇന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടുമല്ലോ. വിലക്കയറ്റം എത്ര രൂക്ഷമാണ്, പൊതുവിതരണ കേന്ദ്രങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ചു. സപ്ലൈകോ എന്ന് പറയുന്ന ഏറ്റവും ശക്തമായൊരു കേന്ദ്രമായിരുന്നില്ലേ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കാലയളവിൽ? മാവേലി സ്റ്റോറുകൾ സാധനമില്ല എന്ന് ഒരു ബോർഡ് ഒരിക്കൽ പോലും തൂക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് അതെന്താണ് സ്ഥിതി? എത്ര മാവേലി സ്റ്റോറുകൾ വെറുതെ നോക്കുകുത്തിലായി നിൽക്കുന്നു. മാത്രമല്ല ഇന്ന് അവിടെ എല്ലാം വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഗവൺമെൻറ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയപരമായ വലിയൊരു പാളിച്ച അവിടെ കാണാൻ കഴിയുന്നു. അത് സാധാരണക്കാരെ നേരെ ബാധിക്കുന്നതാണ്. ക്ഷേമ പെൻഷനുകൾ മാസങ്ങളുടെ കുടിശ്ശിക കിടക്കുകയാണ്. 4-5 ഞാൻ ഈ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും ചെന്നപ്പോൾ പെൻഷൻ കിട്ടാത്ത പല വയോധികരും വന്ന് വളരെ പ്രയാസത്തോടെ പറയുകയാണ്. അവരോടൊക്കെ മറുപടി പറയാൻ കഴിയണ്ടേ? അപ്പോൾ 4 മാസമായിട്ട് ക്ഷേമ പെൻഷനുകൾ പൂർണ്ണമായും കുടിശ്ശിയായി നിൽക്കുകയാണ്. ഇതിങ്ങനെ കുടിശ്ശിയായിട്ട് എത്ര നാൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും? അപ്പോൾ ഇതിനാരാണ് ഇതിൻ്റെ സമാധാനം പറയേണ്ടത്? കേരളത്തിലെ പൊതുവായ വികസന കാര്യങ്ങളുടെ അവസ്ഥ എന്താണ്? പഞ്ചായത്തുകളുടെ സ്ഥിതിവിശേഷം ഇന്നത്രയാണ്. പഞ്ചായത്തുകളെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിഷയം വന്നിരിക്കുന്നു. ഇപ്പോൾ ജലജീവൻ മിഷൻ പദ്ധതി കുടിവെള്ള പദ്ധതി ഏറ്റവും വിപുലമായ പദ്ധതിയാണ്. ആ പദ്ധതിക്ക് സ്റ്റേറ്റ് ഷെയർ കൊടുക്കാത്തതിൻ്റെ പേരിൽ ജലജീവൻ മിഷൻ പദ്ധതി നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിലുണ്ടായ സമ്പൂർണ്ണമായ പരാജയം ഈ തെരഞ്ഞെടുപ്പിലൊക്കെ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പ്രതിഫലിക്കും. അത് ജനങ്ങളുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ സാരമായ നിലയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് വെക്കും. അത് ജനങ്ങൾ അസസ് ചെയ്യും. അതനുസരിച്ചുള്ള ഒരു വോട്ടിംഗ് പാറ്റേണിലേക്ക് വന്നു കഴിയുമ്പോൾ UDF-ന് സ്വാഭാവികമായിട്ടും മേൽക്കൈ ഉണ്ടാവും. അത് കോട്ടയം പാർലമെൻറ്റിൽ ഉൾപ്പെടെ കേരളത്തിലെ നിയോജകമണ്ഡലങ്ങൾ UDF-ന് അനുകൂലമായ ഒരു തരംഗത്തിലേക്ക് നീങ്ങുന്നു. കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റാണ് UDF നേടിയതെങ്കിൽ ഈ കോട്ടയം പാർലമെൻറ്റ് ഉൾപ്പെടെ UDF ആണല്ലോ ജയിച്ചത്. ആ 19 സീറ്റാണ് ഇത്തവണ 20 സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയണം എന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത്. അതനുസരിച്ചാണ് മുന്നണിയിലെ ചർച്ചകളൊക്കെ നടത്തിയത്. മുന്നണി സീറ്റ് ചർച്ചകൾ ഘടകകക്ഷികളും ഒക്കെ ആയിട്ടുള്ള വളരെ വിജയകരമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ലീഗുമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തത് പരിഹരിച്ച് അതൊക്കെ വളരെ
നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിപ്പോൾ UDFന്റെ കൂടുതൽ ശക്തമായ കെട്ടുറപ്പാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാന പ്രതിഫലിക്കും. സർക്കാരിനെതിരെയുള്ള ഇത്തരമുള്ള ആരോപണങ്ങളൊക്കെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ UDFന് സാധിച്ചിട്ടില്ല എന്ന് പൊതുവിലൊരു ആക്ഷേപമുണ്ടാകുക, ഓരോ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു ഒരിക്കലുമില്ല. UDF ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വളരെ കൃത്യമായ നിലയിൽ തന്നെ ജനമധ്യത്തിൽ ചർച്ച ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ സമരത്തിന്റെ രീതിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷം ചെയ്യുന്ന സമര രീതിയിലല്ലല്ലോ UDF സമരം ചെയ്യുന്നത്. ഇവിടെ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടും അങ്ങനെയുള്ളൊരു പ്രവർത്തന ശൈലി പണ്ട് മുതലേ കൈക്കൊണ്ടിട്ടില്ല. വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അത് പൂർണ്ണമായും മനസ്സിലാക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ സമരാഗ്നി നടന്നു, കോൺഗ്രസിൻ്റെ വളരെ ഫലപ്രദമായ നിലയിൽ ബൂത്ത് കമ്മിറ്റികൾ തോറും വിളിച്ചു ചേർത്ത് അറിയിക്കാൻ പറഞ്ഞു. പിന്നെ പ്രാദേശികമായിട്ടുള്ള വിശദീകരണ യോഗങ്ങൾ. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് കൂടുതൽ ചർച്ചയാവാൻ പോവുകയാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങൾ എല്ലാ ദിവസവും ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഏതാ കാണാതെ എല്ലാവരും ഡേ ടു ഡേ വിഷയം എന്താണ്. പബ്ലിക് വളരെ അവെയറാണ്, ജനങ്ങൾ വളരെ അവെയറാണ് ഇന്നത്തെ. അപ്പോൾ ഈ ഗവൺമെൻറ് പൂർണ്ണമായും വീഴ്ചവർക്ക് അത് UDF കൃത്യമായ നിലയിൽ അത്തരം കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കോട്ടയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിറവം UDFന് വളരെ വ്യക്തമായ മേൽക്കൈ നേടിക്കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ശുഭപ്രതീക്ഷയിലാണ്. കോട്ടയം പാർലമെന്റിൽ UDFന് നിർബന്ധമായും ഇത്തവണ ഫ്രാൻസിസ് ജോർജ് വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു UDFന് പാർലമെന്റിൽ പിറവത്തുണ്ടായിരുന്നത്. ആ 10,000-ൽ കുറയാത്ത ഭൂരിപക്ഷം ഇത്തവണയും ശ്രീ ഫ്രാൻസിസ് ജോർജിന് പിറവം നിയോജകമണ്ഡലത്തിൽ നിന്നുണ്ടാകും.